ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എൻജിൻ പോളിഷാണ് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു 3 മെത്തേഡ് കമ്പയർ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ എൻജിൻ്റെ ഈ ഒരു സൈഡിനെ നമ്മൾ 2 പാർട്ടായിട്ട് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു സൈഡിൽ നമ്മൾ ഈ ഒരു ബ്രൈറ്റോയും ഈ ഒരു സൈഡിൽ നമ്മൾ ഓട്ടോസോളിൻ്റെ മെറ്റൽ പോളിഷാണ് ട്രൈ ചെയ്യുന്നത്. ബ്രൈറ്റ് വെച്ച് റബ്ബ് ചെയ്ത സമയത്ത് കിട്ടിയ റിസൾട്ടാണിത്. ഈ 2 പോർഷൻ നോക്കിയാൽ അറിയാം, ഈ ഒരു പോർഷൻ അപേക്ഷിച്ച് നല്ല ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വേറെ മെഷീനോ കാര്യങ്ങളൊന്നും യൂസ് ചെയ്തിട്ടില്ല. ജസ്റ്റ് ഈ ഒരു ബ്രൈറ്റിൻ്റെ പേസ്റ്റും ഒരു ടൂത്ത് ബ്രഷും ഒരു ക്ലോത്തിൻ്റെ ഒരു പാഡും വെച്ച് ജസ്റ്റ് കൈ കൊണ്ട് തന്നെ റബ്ബ് ചെയ്തെടുത്തപ്പോൾ ഈ ഒരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു 15 മിനിറ്റ്സാണ് ഇത് റബ്ബ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ തന്നെ അത്രയ്ക്കൊരു റിസൾട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പോർഷനിൽ ഓട്ടോസോളിൻ്റെ മെറ്റൽ പോളിഷ് ട്രൈ ചെയ്ത് നോക്കാം. ഈ 2 പ്രോഡക്റ്റും കമ്പയർ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഫീൽ ആയത് കുറച്ചുകൂടെ ബെറ്റർ ഈ ഓട്ടോസോളിൻ്റെ മെറ്റൽ പോളിഷാണ്. കാരണം കുറച്ചുകൂടെ ഒന്ന് ക്ലീൻ ആയിട്ടുള്ളത് ഈ ഒരു പോർഷനാണ്, മെറ്റൽ പോളിഷ് യൂസ് ചെയ്ത് ഈ ഒരു പോർഷനാണ്. അതേപോലെ തന്നെ ടൈമിൻ്റെ കേസിലും ബ്രൈറ്റ് നമ്മളൊരു 15 മിനിറ്റ്സ് റബ്ബ് ചെയ്ത റിസൾട്ട് മെറ്റൽ പോളിഷ് ഒരു 10 മിനിറ്റ്സ് കൊണ്ട് കിട്ടുന്നുണ്ട്. സോ നെക്സ്റ്റ് മെത്തേഡ് എൻജിൻ്റെ ഈ ഒരു സൈഡ് നമ്മൾ ഈ ഒരു ഗ്രീൻ കോമ്പൗണ്ട് വെച്ചാണ് ട്രൈ ചെയ്യുന്നത്. സോ ഒരു ആംഗിൾ ഗ്രൈൻഡറിൽ ഒരു ബഫിംഗ് പാഡ് സെറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു സൈഡ് പോളിഷ് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഫസ്റ്റ് ഈ ഒരു കിക്കർ നമ്മൾ അഴിച്ച് വെക്കുന്നുണ്ട്. ഗ്രീൻ കോമ്പൗണ്ടും ആംഗിൾ ഗ്രൈൻഡറും വെച്ച് പോളിഷ് ചെയ്തെടുത്തപ്പോൾ ഈ ഒരു റിസൾട്ടാണ് ഇപ്പോൾ നമുക്ക് ഫൈനലായിട്ട് കിട്ടിയിട്ടുള്ളത്.